ഹലോ വെൽക്കം ടു മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് CK1 പെർഫ്യൂമിൻ്റെ പുതിയതും പഴയതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ടാണ്. ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന CK1 ആണ്. ഞാൻ മുമ്പ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഇത് പുതിയ CK1 ആണ്. അപ്പോൾ നമുക്കറിയാം 2019 കുറേ പെർഫ്യൂംസിൽ റീഫോർമുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഒരുപാട് കമ്പനികൾ പെർഫ്യൂമിൻ്റെ അതിൻ്റെ ബോക്സിലും ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ CK1 എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രാഗ്രൻസിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ CK1 ഞാൻ മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തതാണ്. ഒരു വീഡിയോയിലെ പല വീഡിയോസായിട്ട് കാണിച്ചതാണ്. അപ്പോൾ പലരും അന്ന് എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, നിങ്ങൾക്ക് ഈ CK1 ഡേവിഡ് ഓഫ് മാത്രമേ ഉള്ളൂ വീഡിയോ ചെയ്യാൻ, വേറെ പെർഫ്യൂംസ് ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അന്ന് ആക്ച്വലി ഞാൻ അതിൻ്റെ കുറച്ച് കമ്പാരിസൺസ് മറ്റുള്ളതൊക്കെ ചെയ്തതെന്നുള്ളൂ. അപ്പോൾ ഇതാണ് പഴയ CK1 ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് വല്ലാതെ യൂസ് ചെയ്യാറൊന്നുമില്ല, ഇപ്പോഴും ഇത് ഇത്ര തന്നെ ആയിട്ട് നിൽക്കുന്നുള്ളൂ. പിന്നെ ഇത് അതിൻ്റെ ടോപ്പാണ്. ഇങ്ങനെയാണ് പഴയത് വരുന്നത്. അപ്പോൾ ഇനി പുതിയതിൻ്റെ ബോക്സ് ഇങ്ങനെയാണ്. ഒരു വ്യത്യാസം ഞാൻ കണ്ടത്, പഴയതിൻ്റെ ബോക്സ് കുറച്ചും കൂടി ഒരു വൈറ്റ് കളറാണ്. ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. രണ്ടും CK1 തന്നെയാണ്, 100 ml ആണ്. പിന്നെ ബോക്സിൻ്റെ അപ്പിയറൻസിൽ ബാക്ക് സൈഡ് രണ്ടും ഒരുപോലെ തന്നെയാണ്, ഇവിടെയും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഈ ഒരു സൈഡിലാണ് ഡിഫറൻസ്. പുതിയതിന് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക QR സ്കാനറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ CK1 ഉള്ളിൽ ആക്ച്വലി ഒരു പെർഫ്യൂമും അതിൻ്റെ ഒരു ആറ്റമൈസർ ഇങ്ങനെ വേറെയാണ് നമുക്ക് കാണാൻ പറ്റുക. രണ്ടും വേറെ വേറെ ആയിട്ട്. ഇതാണ് CK1 ആറ്റമൈസർ. ഇത് വേറെ തന്നെ ആയിട്ടാണ് നിൽക്കുക. ഞാൻ മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബാംഗ്ലൂർ സെൻട്രലിൻ്റെ മുന്നിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് CK1 അപ്ലൈ ചെയ്ത് നോക്കുന്നുള്ളൂ. അപ്പോൾ അന്ന് ഇതുപോലത്തെ ഒരു സാധാരണ ഒരു ബോട്ടിൽ പോലത്തെ ഒരു പെർഫ്യൂം ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കാണുമ്പോൾ ഇതെന്താ ആളുകൾ ഇത്രയും പ്രൈസ് കൊടുത്ത് ഇത് വാങ്ങിക്കുന്നത്, ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ റോൾ ഓൺ ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഡിസ്പ്ലേ ഒക്കെ കണ്ടതിന് ശേഷം മനസ്സിലായത് ഇത് ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക, രണ്ടെണ്ണമായിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനം ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തെടുത്താൽ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ആറ്റമൈസർ അതിൽ ഫിറ്റ് ചെയ്യണം. കഴിഞ്ഞു. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് CK1 വരുന്നത്. പിന്നെ ഈ ടോപ്പ് കൊണ്ടുപോയിട്ട് ഇതിനെ മേലെ വെക്കാനൊന്നും പറ്റില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അതൊരു ഭംഗിയില്ലാത്ത ഒരു രൂപത്തിലാണ് നിൽക്കുക. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഫ്രാഗ്രൻസുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. ഇത് പഴയതും അത് പുതിയതും അപ്പിയറൻസ് എല്ലാം ഒരുപോലെ തന്നെ. ഇനി ഫ്രാഗ്രൻസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഇതൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. ഫസ്റ്റായിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കാൻ പോവാണ്. ഇതേതാണ് അപ്ലൈ ചെയ്ത്. ഒരു വ്യത്യാസമില്ല. കുറേ പെർഫ്യൂംസിൽ ഈ റീഫോർമുലേഷൻ ചെയ്തിട്ട് വ്യത്യാസങ്ങൾ തോന്നിയെങ്കിലും ഇതിൽ ആക്ച്വലി എനിക്കൊരു വ്യത്യാസം തോന്നുന്നില്ല. സാധാരണ നമുക്ക് ഈ CK1 കിട്ടുന്ന ആ ഒരു അരോമാറ്റിക് നോട്ട്സും അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ഒരു ഫ്രഷ്നെസ്സും പിന്നെ എന്താ പറയുക ഒരു ലാവൻഡറും എല്ലാം കൂടി ചേർന്നിട്ട് ചെറിയൊരു ഫ്രൂട്ടി ടച്ചും അങ്ങനെ തന്നെയാണ് ഇത് രണ്ടും കിട്ടുന്നത്. ഇപ്പോഴും ഒരു വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പല പെർഫ്യൂംസിലും അങ്ങനെ ഡിഫറൻസസ് വന്നിട്ടുണ്ട്. ഈവൻ കൂൾ വാട്ടറിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി CK1 ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂൾ വാട്ടറിനാണെങ്കിൽ കുറേ ക്ലോണുകളുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ഡി ഷനലിലും പിന്നെ 1 മില്യൺ ആണെങ്കിലും എല്ലാത്തിനും ഒരുപാട് ക്ലോൺസ് ഉണ്ട്. CK1 അങ്ങനെ ഒരു പ്രോപ്പർ ഒരു ആക്ച്വൽ ഒരു ക്ലോൺ എന്ന് പറയാൻ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഈ മാളുകളിൽ നിന്നൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് തരുന്ന പെർഫ്യൂംസ് ഉണ്ടല്ലോ, നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്, ആ പെർഫ്യൂംസ് ആണെങ്കിൽ കൂടിയിട്ട് ഒരു 100% സിമിലറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ പല ക്ലോൺസും അല്ലെങ്കിൽ ഇൻസ്പയർഡ് പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും CK1 അങ്ങനെ ഒരു വളരെ സിമിലറായിട്ടുള്ളത് കണ്ടിട്ടില്ല. എല്ലാത്തിലും ഒരു ബേസ് നോട്ട് ഒരു മിഡിൽ നോട്ട് മുതൽ ഇങ്ങോട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഒക്കെ സിമിലറായിട്ട് തോന്നും. അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈ ഡൗണിൽ എന്താണ് വരുന്നത് അത് ഈ പെർഫ്യൂമുകളിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ.
അപ്പോൾ CK1 അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. 1994 ഇറങ്ങിയിട്ടും ഇന്നും എന്താ പറയുക, അതായത് ആ ഒരു ഐഡൻറ്റിറ്റിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു സിമിലറായിട്ട് കണ്ട ഒരു പെർഫ്യൂം അസാരോ ക്രോമാണ്. അസാരോ ക്രോം പക്ഷേ നല്ല എക്സ്പെൻസീവാണ്. ചിലപ്പോൾ CK1 എക്സ്പെൻസീവ് ആയിരിക്കാം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല അങ്ങനെ എടുക്കുന്നില്ല. നമുക്ക് ചെറിയ പ്രൈസിൽ അങ്ങനെ ഒരു എക്സാക്റ്റ് ക്ലോണ് കണ്ടിട്ടില്ല എന്നുള്ളതിനാണ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് CK1 ഈ ജസ്റ്റ് ഒരു കമ്പാരിസൺ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നെന്നുള്ളൂ. ഇതിങ്ങനെ പുതിയതും പഴയതും കണ്ടപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും പുതിയത് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയതാണോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടൊന്നും വേണ്ട. രണ്ടും ഒരേ ഫ്രാഗ്രൻസ് തന്നെയാണ്, എല്ലാം ഒരുപോലെ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.